വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് ഒരു വലിയ സങ്കടാവസ്ഥ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒരു പ്രാർത്ഥനാ യജ്ഞം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ യജ്ഞം എന്ന് പറയുമ്പോൾ നിരവധി പിഞ്ചു ബാല്യങ്ങളാണ് ദിവസേന തെരുവ് പട്ടികളുടെ കടിയേറ്റ് അവർക്ക് മാരകമായ മുറിവുകൾ ഏൽപ്പിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ, പുലി, അതുപോലെ തന്നെ കാട്ടുപന്നി, ആന എന്നിവയുടെ ആക്രമണം കൊണ്ടും നിരവധി ആളുകളും ഇതുപോലെ തന്നെ മരണപ്പെടുകയും അതിൻ്റെ അപകടത്തിൽപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ അധികാരികൾ, ഭരണകർത്താക്കൾ ഇതിനെതിരെ ഒരുമിച്ച് ശബ്ദം ഉയർത്താത്തത് എന്താണെന്ന് അറിയില്ല. ഇവിടെ 2001 വരെ തെരുവ് പട്ടികളെ കേരളത്തിലല്ല ഇന്ത്യയിൽ ആകമാനം കൊന്നിരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ തെരുവ് പട്ടികൾ ഉണ്ടായിരുന്നില്ല. 2001 വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്നു. പിന്നീടാണ് അതിന് നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് 2001 ശേഷം സുപ്രീം കോടതിയെ ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട്. തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ല, അത് ശിക്ഷാർഹം പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും മുമ്പോട്ട് പോകുന്നത്. ഇതിന് ഒരു പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ആരംഭം കുറിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ കൊച്ചിന്റെ, അതായത് സിയാമോൾ എന്ന് പറഞ്ഞ 5 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു ബാലികയുടെ ആ പിതാവ് ഇവിടെ വന്നപ്പോൾ തന്നെ പിതാവിന്റെ സഹോദരിയും വന്നിട്ടുണ്ട്. ഇനി ഒരു കുട്ടിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. അത്രയും ആ കുട്ടി നേരിട്ട് കണ്ടതാണ്. കുട്ടി മരിക്കുന്നത് നേരിട്ട് കണ്ണോട് കണ്ടതാണ്. അങ്ങനത്തെ ഒരു മരണം ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതിനുള്ള മാർഗം ഞങ്ങൾക്ക് പരിഹരിച്ച് തന്നേ മതിയാവും. ഒരു കുട്ടികൾക്കും, ഞങ്ങൾ മക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്റെ വീടിന് ചുറ്റും നായ്ക്കളാണ്. മുറ്റത്തിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുട്ടികളെ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് ഒന്നും വിടാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള അവസ്ഥയുള്ളൂ, വണ്ടി പോകാനുള്ള അവസ്ഥകളൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറ്റൂല. ഒരുപാട് കുട്ടികൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ അരമണിക്കൂറോളം മെഡിക്കൽ കോളേജിൽ നായ കടിച്ചിട്ട് അരമണിക്കൂറോളം മെഡിക്കൽ കോളേജിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റി കുട്ടീനുള്ള എല്ലാ ചികിത്സയും ചെയ്തു തന്നത്. അതുവരെ അവർ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. പുറത്ത് നിൽക്കി വെയിറ്റ് ചെയ്യുന്ന അവർ പറഞ്ഞത് ആണോ. ഈ വാക്സിന് അത്രയും ഇതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുള്ള വഴി കണ്ടെത്താതെ പറ്റൂല. കാരണം കുട്ടികൾക്ക് നടന്നു പോകാനേ മാർഗമുള്ളൂ. വണ്ടി പോലുള്ള വഴികളൊന്നും ഞങ്ങൾക്കില്ല. കുട്ടികളെ പുറത്ത് വിടണമെന്നുണ്ടെങ്കിൽ എന്റെ മകൾ എത്ര വട്ടം വീട്ടിലേക്ക് ഓടി വന്നിട്ട് പഠിക്കുന്ന സമയത്ത് പട്ടിയുടെ ശല്യം കൊണ്ട് സ്കൂൾ പോണ സമയത്ത് സ്കൂൾ പോകാൻ വയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എത്ര വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട് അറിയോ. ഇങ്ങനെ വിട്ടാൽ പറ്റൂല. ഇതിനെന്തൊരു പട്ടിയെ നമുക്ക് കൊല്ലാനും പറ്റൂല, അതിനുള്ള ഒന്നും ചെയ്യാൻ പറ്റൂല. അതിന്റെ തൊട്ടാൽ പോലും ഭയങ്കര പ്രശ്നമാണ്. ഒന്ന് കല്ലെറിയാൻ പോലും പറ്റൂല. അതിനെ ഉണ്ടാക്കിയത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? പട്ടികളെ പോലെ നമുക്ക് പറ്റുമോ? പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് 2 കൊച്ചുമക്കള് തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം പേവിഷബാധ ഏറ്റ് മരണപ്പെടുന്നത്. ആ പിഞ്ചു ബാലികകളെ, അതിന്റെ സിയാമാൾ എന്ന് പറഞ്ഞ ആ കൊച്ചു ബാലിക, ഒരു മാലാക കൊച്ചിന്റെ അതിന്റെ ബാപ്പയാണ് ഇരിക്കുന്നത്, ബാപ്പയുടെ പെങ്ങളുമാണ്. അവര് സഹിക്കുന്ന വേദനകള് ഇതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് തെരുവ് പട്ടികളുടെ ഈ ആക്രമണം മൂലം ഇന്ന് ഇന്ത്യ രാജ്യത്ത് കഷ്ടപ്പെടുന്നത്. നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് തെരുവ് പട്ടികളെ ഇവിടെ നിന്നും മാറ്റണം. ജനവാസ കേന്ദ്രങ്ങളിൽ തെരുവ് പട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല. അവർക്കുമില്ല ജീവിതം, മനുഷ്യർക്കുമില്ല ജീവിതം എന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ തെരുവ് പട്ടികളുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ നായസ്നേഹികൾ എവിടെ പോയി? എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ ഇങ്ങനെ വണ്ടി ഇടിച്ച് കായും കാലും ഒടിഞ്ഞ് റോട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു നായസ്നേഹം വരുന്നില്ല. ആരെങ്കിലും തെരുവ് പട്ടി കടിച്ചാൽ ആ പട്ടിയെ നമ്മൾ അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ആ പട്ടിയെ കൊല്ലുവാൻ പരിശ്രമിക്കുകയോ ചെയ്താൽ ഉടനെ നായസ്നേഹികൾ വന്ന് അവിടെ വിപ്ലവം ഉണ്ടാക്കാണ്, അവന്റെ പേരിൽ കേസ് കൊടുക്കുകയാണ്. ഇവിടെ 2016 വർക്കലയില് ഒരു പാവം മനുഷ്യൻ
80 വയസ്സുള്ള വയസ്സായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് തെരുവ് പട്ടികൾ ഒരു 10 തെരുവ് പട്ടികൾ ഒരുമിച്ച് വന്ന് ആ വീട്ടിൽ കയറി ആ മനുഷ്യനെ അതിന്റെ മുഖം മുഴുവൻ കടിച്ചു കീറി അയാളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ആവേശത്തില് ആ പട്ടികൾ അവിടുന്ന് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ പേരിൽ അവിടെ ജനങ്ങൾ തടിച്ചുകൂടി ഒരു 10 പട്ടികളെ അവിടെ കൊല്ലുകയുണ്ടായി. അതിന്റെ പേരിൽ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാനും തെരുവുനായ ഉന്മൂലന സംഘത്തിന്റെ കേരളത്തിന്റെ ഒരു പ്രവർത്തനമാണ്. എന്റെ പേര് ജോസ് മാവേലി എന്നാണ്. ഇവിടെ തെരുവുനായകൾക്കെതിരെ ശബ്ദം ഉയർത്താനായിട്ട് ആരും വരാത്തതുകൊണ്ടാണ് ഞാനൊക്കെ ഇതിൽ ഇടപെടുന്നത്. എന്നിട്ട് അപ്പോൾ അവിടെ ഈ നായകസ്നേഹികൾ എന്റെ പേരിൽ കേസ് കൊടുത്തു. അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്തു. ഇതുപോലെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിരവധി പേരെ തെരുവ് പട്ടികൾ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നു. അങ്ങനെ കേസിൽ കൊടുക്കുന്ന ഒരു പോലീസ് സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ 99% ആളുകൾ പറയുന്നത് ഒരേ അഭിപ്രായമാണ്, തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ മാറ്റണം. പിന്നെ എന്തുകൊണ്ട് സാധ്യമല്ല? അപ്പോൾ പറയുന്നു കേന്ദ്രമാണ് അതിന്റെ തടസ്സക്കാര്. അങ്ങനെ മേനകാഗാന്ധിയാണ് തെരുവ് പട്ടിയുടെ അംബാസിഡർ. നിങ്ങൾ അവിടെ പോയി പറയൂ എന്ന് പറഞ്ഞ് തടിയപ്പാതെ കേരളത്തിന്റെ ജനങ്ങളെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ. അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കൂ. അതിന് ജനങ്ങളുടെ അഭിപ്രായം അറിയൂ. അപ്പോൾ ജനങ്ങൾ പറയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ സുപ്രീം കോടതി വിധി 2001 വരെ തെരുവുനായ്ക്കളെ കൊല്ലാമായിരുന്നെങ്കിലും 2001 ശേഷം ഇവിടെ കുറെ നായസ്നേഹികളും മൃഗസ്നേഹികളും എന്നെല്ലാം പറഞ്ഞ് പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികളായി ചമഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചത്രേ. എന്താണ് ആ വിധി? ആ വിധിയിൽ പറയുന്നത് തെരുവ് നായ്ക്കളെ വന്ധീകരിക്കണം. ABC പ്രകാരം വന്ധീകരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇടുക. എന്തൊരു തോന്നിവാസമാണ് ആ വിധി പ്രസ്താവിച്ച ജഡ്ജിമാരോട് എന്താണ് അഭിപ്രായം പറയേണ്ടത്? എന്ത് സംഭവിച്ചു? ഇന്നിപ്പോൾ ഇന്ത്യയില് ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 1 കോടിയോളം തെരുവ് പട്ടികളുണ്ട് ഇന്ത്യയില്. കേരളത്തില് 10 ലക്ഷം തെരുവ് പട്ടികളുണ്ട്. കേരളത്തിലെ സർവേ കഴിഞ്ഞ 2 വർഷം മുമ്പ് എടുത്തപ്പോൾ 4 ലക്ഷം തെരുവ് പട്ടികളുള്ളത്. ഈ പട്ടികൾ ഓരോ പെൺപട്ടിയും ഓരോ 3 മാസം എത്തുമ്പോൾ 10, 15, 20 കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. 3 തവണ ഒരു വർഷം പ്രസവിക്കുന്നു. അങ്ങനെ ഇത് 10 മടങ്ങ് പ്രസവിച്ചു കൂട്ടി ഇവിടെ ജനങ്ങളൊക്കെ കൂടുതൽ തെരുവ് പട്ടികളായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ രാഷ്ട്രീയം കളിക്കില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കൂ. ഞാൻ ചോദിക്കുന്നു, ഇവിടുത്തെ വിപ്ലവ പാർട്ടികളായ SFI, DYFI, KSU, യൂത്ത് കോൺഗ്രസ്, ABVP, BJPയുടെ യുവമോർച്ച, ഈ സംഘടനകളൊക്കെ തെരുവ് പട്ടികൾ കടിച്ചു കയറുമ്പോൾ ഈ സുഹൃത്തോട് ചോദിക്കൂ, ഒരു പാർട്ടി അവിടെ വന്നില്ല. ഈ കൊച്ചു മരണപ്പെട്ടോടെ കിടന്നപ്പോൾ ആ കൊച്ചിന് അപകടം സംഭവിച്ചോള് സിയാ മോള് അവിടെ പെടഞ്ഞ് പേവിഷബാധയേറ്റ് മരണമടയുമ്പോൾ ഈ വിപ്ലവ പാർട്ടികൾ ആരും അവിടെ വന്നില്ല, ഒന്നും അന്വേഷിച്ചില്ല. അതേസമയം വേറെ 100 കാര്യങ്ങൾക്ക് പോലീസിനെ ആക്രമിക്കുന്ന ഈ പാർട്ടികളാണ് അവരെന്തുകൊണ്ട് ഈ പാവം കാര്യങ്ങൾക്ക് ഇടപെടുന്നില്ല? അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കളിയാണ്, രാഷ്ട്രീയ കച്ചവടം, വോട്ട് കച്ചവടം മാറ്റും. നിങ്ങൾ പരസ്പരം പഴിചാരാതെ, രാഷ്ട്രീയ പാർട്ടികൾ പഴിചാരാതെ, ഞങ്ങൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നതാണ്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ, തെരുവ് പട്ടിയുടെ വിഷയത്തിൽ ഒരുമിക്കൂ. നിങ്ങൾ സർവകക്ഷി യോഗം വിളിക്കൂ. അതിന് പരിഹാരം കാണുക. കണ്ടില്ലെങ്കിൽ ഇതൊരു പ്രാർത്ഥന സമരമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ഇവിടെയുള്ള സകല മന്ത്രിമാരോടും സകല ഭരണാധികാരികളോടും സകല സുപ്രീം കോടതി ജഡ്ജിമാരോടുള്ള സകല ഭരണാധികാരികളോടും സകല അധികാരികളോടും ഞങ്ങൾ യാചിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളെ രക്ഷിക്കൂ. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. സ്കൂളിൽ പോകണമെങ്കിൽ അവരെ രക്ഷിതാക്കൾ കൂടെ വടിയും വാളുമായിട്ട് പോകണം. എല്ലാ കുട്ടികൾക്കും ഇനി കടാരി കൊടുത്തയക്കേണ്ടി വരും, വാൾ കൊടുത്തയക്കേണ്ടി വരും, വടിവാൾ കൊടുത്തയക്കേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കൊച്ചിനെ സ്കൂളിലേക്ക് വിട്ടാൽ ആ കൊച്ചു തിരിച്ചു വരുമ്പോൾ അവരെ മാതാപിതാക്കൾ പേടിച്ചിരിക്കുന്നത്, ഏത് നേരത്താണോ എന്റെ കുട്ടിയെ പട്ടി കടിച്ച് കീറുന്നത് എന്ന് എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയമാണ്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ്. ഈ മുഖ്യമന്ത്രിയോ സർവകക്ഷി യോഗം വിളിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, എവിടെ കൊണ്ടുപോയി പട്ടികളെ സംരക്ഷിക്കുന്നത്? ഇവിടെ എന്തുമാത്രം വനമേഖലകളുണ്ട്. ഈ വനമേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ
ഡോഗ് പാർക്കുകൾ നമുക്ക് നടത്താൻ പറ്റും. ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി ഈ തെരുവുപട്ടികളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യാം. അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കാം. അതിന് സ്പോൺസർമാർ കേരളത്തിൽ നിരവധി പേരുണ്ട്. ഞങ്ങളടക്കം തെരുവുപട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അതിനുവേണ്ട സൗകര്യം കൊടുക്കുവാനും ഞങ്ങൾ നിരവധി പേർ, നല്ല മനസ്സുള്ള ആയിരക്കണക്കിന് ആളുകൾ അതിനുണ്ട്. അപ്പോൾ സർക്കാരിന്റെ 10 പൈസ ഇല്ലാതെ തന്നെ നമുക്കത് നടത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെ വരവ്, ജനവാസ കേന്ദ്രത്തിലേക്ക് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് വരവ്, അത് നിർത്തുവാനും സാധിക്കും. ഈ രണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം വിളിച്ചാൽ ഇതിന് പരിഹാരം കാണും. ഇനി ഒരു സിയാമോള് ബലിയാടാവല്ലേ എന്നാണ് ആ കൊച്ചിന്റെ പാപ്പ ഇവിടെ പറയുന്നത്. ഒന്നും കൂടി ഇവര് കുറച്ചുപേര് കേൾക്കാറുണ്ട് എന്ന് പറയുന്നത്. ആർക്കും ഇത് സംഭവിക്കരുത് എന്നുള്ളതാണ് എന്റേത്. എന്റെ കുട്ടീനെ ഞാൻ ഏതായാലും എനിക്ക് കിട്ടൂല. ഇനി ഇതൊരു ആർക്കും കുട്ടികൾക്ക് മാത്രമല്ല ഇത് സംഭവിക്കണേ, എല്ലാരും നേരെയും മുതിർന്നവരെ നേരെയും തിരിയുണ്ട്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനം കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനിയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനാണ് അതിനുള്ള നടപടി എടുക്കാൻ കഴിയുള്ളൂ. കാരണം ആ നായിനെ, എന്റെ കുട്ടിയെ കടിച്ച 6ഓളം പേരാണ് അന്ന് കടിച്ചത്. എന്റെ കുട്ടിയെ മാത്രം, എന്റെ കുട്ടീനെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കടിച്ച് പോവുകയാണ്. പിന്നെ ആ നായ അവിടെ ചത്തതായ ഒരു രീതിയിലാണ് കണ്ടത്. ചത്തു എന്ന് പറഞ്ഞ ടൈമിൽ നമ്മൾ കുട്ടീനായിട്ട് ഹോസ്പിറ്റലിലാണ്. അവിടെ വട്ടപ്പറമ്പ് നമ്മളെ അടുത്തുള്ള ഒരു അങ്ങാടിയിൽ തന്നെ ചത്ത രൂപത്തിലാണ് ആ നായിനെ കണ്ടത്. കാരണം ഈ നായിന്റെ കൂട്ടത്തില് നടന്ന നായ്ക്കൾക്ക് ഫുള്ള് പേവിഷബാധ ഉണ്ട് എന്നാണ് നമ്മള് കാരണം ആ നായിന്റെ കൂട്ടത്തില് ഒരു 10-20ഓളം നായ്ക്കള് ആ ഒഴിഞ്ഞൊരു വീടിന്റെ ഉള്ളില് താമസിക്കലുണ്ട്. കാരണം ആ നായ്ക്കൾ ഇപ്പോഴും അതേപോലെ അവിടെ നാട്ടിൽ നടക്കാണ്. പഞ്ചായത്തുകാർക്ക് ഇതുവരെ ഇത് സംഭവിച്ചിട്ട്, കാരണം നമ്മളൊരു പാവപ്പെട്ട ആളുകൾ ആയിട്ടാ തോന്നുന്നത്, പഞ്ചായത്തുകാർക്കൊന്നും അത് ശ്രദ്ധിക്കാനുള്ള ഒരു ഇതില്ല. കാരണം അത്രയും നായ്ക്കളുണ്ട് ഇപ്പോഴും. കാരണം ആ നായ്ക്കൾക്കൊക്കെ ഫുള്ള് പേവിഷബാധയാണ്. അത് സർക്കാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും എന്റെ മോളെ പോലെ കുറെ ആളുകൾ മരിക്കേണ്ടി വരും. അത് സർക്കാർ നോക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് സർക്കാർ ശ്രദ്ധിക്കണം. സിയാമോളില് മരണപ്പെട്ട മാലാഖ കൊച്ചിന്റെ അമ്മായിയാണ് സംസാരിക്കുന്നത്. കണ്ടോ, ഇത്രയും പെട്ടെന്ന് മാലാഖപ്പെട്ട കുട്ടിയാണ്. ഇതിലൊരു നായി കടിച്ച് ഇത്രയും കോലാക്കിയാണ് ജീവിച്ച് കൊലി തീർന്നിട്ടില്ല, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. പട്ടി കടിച്ച് കീറിയിട്ട് കോലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു വഴി കണ്ടെത്താതെ പറ്റൂല. ഇങ്ങനൊരു കുട്ടിക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. ഞങ്ങളെ പൊന്നുമോളാണ്. അവള് പെരുന്നാൾക്ക് വേണ്ടി ഡ്രസ്സ് വരെ വാങ്ങി വെച്ച കുട്ടിയാണ്. അതുപോലെ ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. ഇത് സംഭവിക്കാൻ പാടില്ല. അത്രയും അത് അനുഭവിച്ചിട്ടുണ്ട്. പട്ടി കടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു മരണം ഒരു കുട്ടികൾക്ക് സംഭവിക്കരുത്. പട്ടി കടിച്ച മരണം തന്നെ, പേവിഷ ബാധിച്ച മരണം തന്നെ അത്ര നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. ആ കുട്ടീന്റെ അടുത്ത് നിന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ പട്ടികളെ തുറന്നു വിട്ട അതിനൊരു വഴി കണ്ടെത്താതെ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഈ വലിയ ദുരന്തത്തിൽ നിന്നും ഇനിയും ഒരു മാതാവ് കൊച്ചു ഇതുപോലെ വരാൻ പാടില്ല. ഇനിയും തെരുവ് പട്ടികൾ നമ്മുടെ പാവം കൊച്ചുമക്കളെ കടിച്ചു കയറാൻ പാടില്ല. ഇവിടെ ജനങ്ങൾക്ക് ജീവിതം നൽകണം. മനുഷ്യരാണ് ഇവിടെ വലുത്, അല്ലെങ്കിൽ മൃഗങ്ങളല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും ഇതുപോലെ ഇത്രയും തെരുവ് നായ്ക്കൾ ഇങ്ങനെ നടക്കുന്നില്ല. തെരുവ് നായ്ക്കൾ ഇങ്ങനെ കടിച്ചു കയറി മനുഷ്യരെ കൊല്ലുന്ന ഒരു രാജ്യം ഇവിടെ ഇല്ല. അവരെല്ലാം അതിന് ആധുനിക മോഡൽ സംവിധാനങ്ങൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞു.
എല്ലാ തെരുവ് നായ്ക്കളും എവിടെയുണ്ടെങ്കിലും അവർക്ക് ഡോഗ് പാർക്കുകൾ നൽകുന്നുണ്ട്, അവർക്ക് ഷെൽട്ടറുകൾ നൽകുന്നുണ്ട്. അത് തെരുവിൽ ഇങ്ങനെ മനുഷ്യ കടിക്കാൻ അഴിച്ചുവിടുന്നില്ല. അതുകൊണ്ട് ബഹുമാനയുടെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിനൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഈ മഹാദുരന്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം. കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കുവാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് സർവേ എടുത്ത് നോക്കിയാൽ അറിയാം. 99.9% ആളുകൾ പറയണത് 99.9% ആളുകൾ പറയണത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് പട്ടികളെ മാറ്റണമെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണാത്തത്? പരിഹാരം കാണുക. ഇതിനാണ് നമുക്ക് വികസനം എന്ന് പറയുന്നത്. വികസനം എവിടെയാണ്? നമുക്കിവിടെ കുറെ തുറമുഖങ്ങളും കുറെ റെയിൽവേ സ്റ്റേഷനുകളും കുറെ എയർപോർട്ടുകളും മാത്രം വന്നാൽ മതിയോ? ജനങ്ങൾക്ക് അവിടേക്ക് കയറി ചെല്ലണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഒരു യാത്രയ്ക്ക് ചെന്നപ്പോൾ 4 തെരുവ് പട്ടികളെ എന്റെ പിന്നാലെ ഓടിച്ചിട്ട് തന്നെ. എന്നറിയാമോ, എനിക്കിതൊരു ആരോഗ്യം ഉണ്ടായിട്ട് പോലും എനിക്ക് പേടിയാണ്. അപ്പോൾ തെരുവ് പട്ടികളെ ഇപ്പോൾ വിമാനത്തിൽ പോലും കയറുവാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ചെന്നാലും തെരുവ് പട്ടികളാണ്. എവിടെ പോയാലും ബസ് സ്റ്റാൻഡുകൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാ സ്ഥലവും തെരുവ് പട്ടികൾ കീഴടക്കിയിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് കേരളത്തില് ഈ തെരുവുപട്ടികളെ മാറ്റുവാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒരേ തെരുവുപട്ടികളെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാതൃകാ സംസ്ഥാനമാകും. മുഖ്യമന്ത്രിക്ക് കയ്യടി നേടാം. ഇവിടുത്തെ ഒരേ രാജ്യം ചിന്തിച്ചുകൊണ്ട് കേരളത്തെ നിങ്ങൾ ഇവിടെ രാഷ്ട്രീയം കളിക്കില്ല, രാഷ്ട്രീയം മാറ്റൂ. നിങ്ങൾ പറഞ്ഞേ, ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ തെരുവ് പട്ടികളെ മാറ്റുന്ന കാര്യത്തിൽ ഒരുമിക്കണം, ഒരുമിച്ചേ മതിയാകൂ. ഇവിടെ ഇപ്പോ ഒരു സമരം നടത്താനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ, ഒരു വിമോചന സമരം ഇറങ്ങിത്തിരിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ സമരത്തെ അടിച്ച് തകർത്ത് കളയും. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.